അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത യൂണിറ്റ് ടെസ്റ്റ് പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊക്കെ ഇങ്ങനെ വെണ്ടയ്ക്ക അക്ഷരത്തിലൊക്കെ എഴുതിയിരിക്കുന്ന അതുകൊണ്ട് മക്കൾക്ക് ആകപ്പാട് ഒരു കൺഫ്യൂഷനോ പേടിയോ ഒക്കെ വരുന്നത്. ഇത് അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾക്ക് ഓരോ ആഴ്ചയിലും ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എന്ത് കിട്ടി എന്നറിയാൻ വേണ്ടി ഇടുന്ന ഒരു ചെറിയൊരു അസസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അറിയത്തില്ലാത്ത മക്കൾക്ക് മിസ്സ് പറഞ്ഞു തരാനായിട്ടാണ്, അല്ലാതെ മക്കളെ പേടിപ്പിക്കാനായിട്ടൊന്നുമല്ല. ഓക്കെ, ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാഷാല്ലാ ഒരുവിധം എല്ലാ മക്കൾക്കും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിയാണ്. ഇപ്പോൾ ഒരു സമാന്തര ശ്രേണിയിൽ പൊതുവ്യത്യാസം കണ്ടെത്തുകയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ പൊതുവ്യത്യാസം D = 7 - 3 = 7 3 കുറയ്ക്കുക 4 എന്ന് കിട്ടി. ഓക്കെ, അതൊരുവിധം എല്ലാവരുടെയും ശരിയാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറേ പേരുടെ എല്ലാം ശരിയാണ് കേട്ടോ. ഒരു സമാന്തര ശ്രേണിയിൽ 8-ാം പദം 29. അപ്പം 8-ാം പദം ഞാൻ ജസ്റ്റ് 8-ാം പദം x8 എന്ന് പറഞ്ഞാൽ 8-ാം പദം എന്ന് തന്നെ എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾ ഈ എക്സും വൈയും ഒന്നും ഉപയോഗിക്കണ്ട. ഉപയോഗിക്കുമ്പോഴല്ലേ ഉപയോഗിക്കാതിരുന്നാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ 8-ാം പദം = x8 എത്രയാണ് തന്നിരിക്കുന്നത്? 29. പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? ആദ്യ പദം x1 = എത്രയുണ്ട്? ആദ്യ പദം 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് ഇതിൻ്റെ D കണ്ടുപിടിക്കാം. D എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? D = 29 1 കുറയ്ക്കുക 29 - 1 / ഇവിടെ പൊസിഷൻ ഏതൊക്കെയാണ്? 29ൻ്റെ പൊസിഷൻ 8 ആണ്. 8 - 1ൻ്റെ പൊസിഷൻ 1. അപ്പം 28/7 അതും 4 വരുന്നത്. ഇതും കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പൊതുവ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഒരു AP ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഒരു സമാന്തര ശ്രേണിയിൽ ഇത്രയും തന്നിട്ടുണ്ട്. അതിൻ്റെ 7-ാം പദം x7 = 1-ാം പദത്തിനോട് 6 തവണ പൊതുവ്യത്യാസം കൂട്ടുന്നു. 1-ാം പദം എന്ന് പറഞ്ഞാൽ 10 പ്ലസ് ഇവിടെ പൊതുവ്യത്യാസം എത്രയാണ്? 10 ഇവിടെ 2-ാം പദം 8 - 10 ആണ്. ഇവിടെ കണ്ടില്ലേ, വലുതിന് മൈനസാണ് വരുന്നത്. ഇപ്പോൾ -2 എന്ന് വരും. അപ്പോൾ ഇവിടെ 6 × -2 6 × -2 എന്ന് വരും. എന്നിട്ട് = 10 6 × 2 എത്രയാണ്? 12. അപ്പം ഇവിടെ ഒരു മൈനസ് ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ എന്താവും? ഇവിടെ മൈനസ് ആവും. അപ്പോൾ -12 = -2. അപ്പോൾ 7-ാം പദം -2 എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയിൽ ആദ്യ പദം തന്നിട്ടുണ്ട്. അതാണ് x1 = 5 D = 2. ഇനി 10-ാം പദം കണ്ടുപിടിക്കാൻ. 10-ാം പദം എന്ന് പറയുന്നത് എങ്ങനെയാണ്? 10-ാം പദം = 1-ാം പദത്തിനോട് 9 തവണ പൊതുവ്യത്യാസം കൂട്ടുന്നു. = 1-ാം പദം 5 × 9 5 + 9 × 2. ഇപ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്? = 5 + 18 18നോട് 5 കൂട്ടുക 23 എന്ന് വരും. അപ്പോൾ 23 നമ്മുടെ 10-ാം പദം കണ്ടുപിടിക്കുന്നത്. അടുത്ത് തന്നേക്കുന്നത് S10 കണ്ടുപിടിക്കണം. ഇപ്പോൾ അവിടെ നമുക്കറിയാം n എന്ന് പറയുന്നത് 10 ആദ്യത്തെ 10 പദങ്ങൾ എന്ന് പറഞ്ഞാൽ n 10. അപ്പോൾ ഇതിവിടെ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യ പദം തന്നിട്ടുണ്ട്. ആദ്യ പദം എത്രയാണ്? 5. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ S10 ഉപയോഗിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യ പദം പ്ലസ് അവസാന പദം. ഓക്കെ, = n എന്ന് പറഞ്ഞാൽ 10/2 × ആദ്യത്തെ പദത്തെ 5 പ്ലസ്. ഇതാണ് കുറേ പേർക്ക് ഒരു മിസ്റ്റേക്ക് വന്നത്. 10-ാം പദം എന്ന് പറഞ്ഞാൽ 23. 23 5 എത്രയാണ്? 28. 10/5 എത്രയാണ്? 10/2 5. അപ്പോൾ 5 × 28 എന്ന് വരും. 5 × 28 എന്ന് പറഞ്ഞാൽ 200
240 വരുന്നത് കേട്ടോ. അതായത് S10 = 5 × 28 ദാറ്റ് ഈസ് ഈക്വൽ ടു 140 ആൻസർ വരുന്നത്. മിക്കവരും അവിടെ എന്നിന് പകരം 5 എഴുതിയത്, പക്ഷേ എന്നിന് പകരം 10 വരുന്നത്. 10 പദങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് കുറേ പേർക്കൊക്കെ എന്നിന് പകരം 5 വെച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഒരു സമാന്തര ശ്രേണിയിൽ 85, 90, 95 അത് നമുക്ക് ഓൾറെഡി പെട്ടെന്ന് തന്നെ അറിയാം. ഡി എത്രയാണ്? ഡി ഇവിടെ 90ൽ നിന്ന് 85 കുറയ്ക്കുക, അപ്പോൾ 5 വരുന്നത് ഡി. പൊതുവ്യത്യാസം കണ്ടുപിടിച്ചു. അപ്പോൾ എയുടെ ആൻസർ 5. ബിയുടെ ആൻസറോ ആദ്യ 20 പദങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ n ഉപയോഗിച്ച് 20ാമത്തെ പദം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഏത് ഇക്വേഷനാണ്? n/2 S 20 ഈക്വൽ ടു Sn = n/2 × 2a + n - 1 × 2f + n - 1 × d. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? 20. 20/2 × 2 × f എത്രയാണ്? f 85 + n - 1 × d. ഇപ്പോൾ n - 1 n എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ നമുക്കറിയാം 20 20ൽ നിന്ന് 1 കുറയ്ക്കുക, അപ്പോൾ 19 × d. d എത്രയാണ്? 5. അപ്പോൾ ഇങ്ങനെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 20/2 എന്ന് പറഞ്ഞാൽ 10 10 × 85 × 2 170 പ്ലസ് ഇവിടെ ഈ ഇൻറ്റു ചെയ്തിട്ട് ഈ ഇൻറ്റു വേറെ സെപ്പറേറ്റ് ചെയ്യുക, ലാസ്റ്റ് കൂട്ടാവുള്ളൂ. ഈ ഇൻറ്റു ചെയ്ത് എഴുതുക, പിന്നെ പ്ലസ് ഈ ഇൻറ്റു ചെയ്തിട്ട് എഴുതുക. ഇത് 95 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 × 2 265. ആൻസർ വരുമ്പോൾ 2650. 10 കൊണ്ടാണ് ഗുണിക്കുന്നത്, ഒരു 0 അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഏതാണ്? 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണിത് കേട്ടോ. അടുത്തത് നമുക്കൊരു സമാന്തര ശ്രേണിയുടെ 4ാം പദം x4, 4ാം പദം 20ഉം 9ാം പദം 35ഉം തന്നു. അങ്ങനെയാണ് ഡി എത്രയായിരിക്കും? ഡി = 35 - 20 ഡിവൈഡഡ് ബൈ 9 - 4. 35 20 കുറച്ച് 15/5 ഇത് കേട്ടോ. 9ൽ നിന്ന് 4 പോയാൽ 5 കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. പൊതുവ്യത്യാസം നമുക്ക് 3 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണ്ടേ? ആദ്യ പദം കണ്ടുപിടിക്കണം. ആദ്യ പദം കണ്ടുപിടിക്കണേ എന്ത് ചെയ്യും? നമുക്കറിയാം ഡി എത്രയാണ്? ഡി = 3. അപ്പോൾ ആദ്യ പദം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 4ാം പദം അറിയാം 20 അപ്പോൾ x4 = 20 ആണെങ്കിൽ x1 എന്ന് പറയുന്നത് 4ാം പദത്തിനോട് x4 3 തവണ പൊതുവ്യത്യാസം കുറയ്ക്കണം. അപ്പോൾ x4 എന്ന് പറയുന്നത് 20 - 3 × d 3. 20 - 3 9. ദാറ്റ് ഈസ് ഈക്വൽ ടു 11. ഇനി കുറേ ആൾക്കാർക്കൊക്കെ തെറ്റിയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസാണ് ഈ തുകകൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിലെ 1ാമത്തെ തുക കണ്ടുപിടിക്കുന്നതിനൊരു ഇക്വേഷൻ ഉണ്ട്. 1 2 3 4 5. അതെന്താണ്? എണ്ണൽ സംഖ്യയാണ് അല്ലേ. എണ്ണൽ സംഖ്യയുടെ എന്താ? n × n + 1/2. അപ്പോൾ ഒന്നാമത്തെ എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? Sn = n × n + 1/2 ആണ്. n × n + 1/2. ഇപ്പോൾ ഇവിടെ എത്രയാണ്? ചൂടെയുള്ള തുകകളാണ്. ഇപ്പോൾ ഇവിടെ 40 ആണ് പറഞ്ഞേക്കുന്നത്. ഒന്നൽ സംഖ്യയിൽ എത്രയാണ് വരുന്നത്? 40. S 40 n എത്രയാണ്? 40. അപ്പോൾ 40 × 41/2. കുറച്ച് പേർക്കൊക്കെ ശരിയായിട്ടുള്ള ആൻസറാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ? ഇത് ഇൻറ്റു ആയതുകൊണ്ട് നമുക്ക് ഇതും കൂടെ കട്ട് ചെയ്യാം. ഇവിടെ 20 എന്ന് എഴുതാം. എന്നിട്ട് 20 × 41 820 ആൻസർ വരും. ഇതാണ് എ ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ നോക്കിക്കേ, വേറൊരു രീതിയിൽ ചെയ്താൽ ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാത്തിനും കോമൺ ആയിട്ടൊരു 2 ഇല്ലേ? അതായത് 2 4 6 8 അല്ലേ? ഇപ്പോൾ ഈ ഒരു ഇതിൽ ഒരു എളുപ്പത്തിൽ ചെയ്യാനൊരു മാർഗ്ഗമാണ്. അതായത് ഈ 2
ഔട്ട് സൈഡ് ആയിട്ട് എടുത്താൽ ബാക്കി എന്താണ്? ഇവിടെ മിച്ചം 1, 1 പ്ലസ് ഇവിടെ എത്രയുണ്ട്? 4 എന്നുള്ളത് 4ൽ നിന്ന് 2 പോയി, 2 പ്ലസ് 6ൽ നിന്ന് 2 കൊണ്ട് ഹരിക്കുക, ഇപ്പോൾ 3, അങ്ങനെ എക്സെട്ര 80/2 എത്രയാണ്? 40. ഇവിടെ നോക്കിക്കേ, ഈ ഒരു സമാന്തര ശ്രേണി മണ്ഡലത്തെ സമാന്തര ശ്രേണിയുമായിട്ട് എന്താണ്? ഒരു 2 കൊണ്ട് ഗുണിച്ചാൽ പോരെ. ഇപ്പോൾ നമ്മുടെ ബി എന്ന ആൻസർ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു മെത്തേഡാണ് 2 × 820. ദാറ്റ് ഈസ് ഈക്വൽ ടു 1640. ഓക്കെ, അല്ലാതെ തുക കണ്ടുപിടിക്കുന്ന ഏത് ഇക്വേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അവിടെ n കണ്ടുപിടിച്ചാൽ മതി. n ആണെങ്കിലും ഇവിടെ എന്താണ്? 80 എന്നാണ് ഉള്ളത്. 80 എന്ന് പറയുമ്പോൾ 80 വരെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 2, 4, 6, 8, 80 വരെ വരുമ്പോഴത്തേക്കിനും അവിടെ എത്ര എണ്ണമാണ് വരുന്നത്? 40 അവിടെയും വരുന്നത്. ഓക്കെ, അവിടുത്തെ എന്നും 40 തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 80 - 2 ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 1. 80ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 78/d എത്രയാണ്? 2 പ്ലസ് 1. ഇപ്പോൾ ഡി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ xn - x1 ഡിവൈഡഡ് ബൈ ഡി എന്നിട്ട് എന്ത് ചെയ്യുക? പ്ലസ് 1. ഇതിന് എന്നിട്ട് ഒന്നും കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത്? 80ൽ നിന്ന് 78/2 പ്ലസ് 1. 78/2 എന്ന് പറയുന്നത് 39 പ്ലസ് 1 = 40. ഇങ്ങനെ ഡി കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്തു? അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ n കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? S40 അല്ലേ? 40 എണ്ണമല്ലേ ഉള്ളത്. S40 = ഇതാണ് ക്വസ്റ്റ്യനാണ്. n/2 × n/2. n എന്ന് പറഞ്ഞാൽ 40. 40/2 × ആദ്യ പദം പ്ലസ് അവസാന പദം 2 + 80. ഈ ഒരു ഇക്വേഷൻ എളുപ്പമുള്ള ഇക്വേഷനാണ്. ഇവിടെ ഇത് രണ്ടും കൂടി ക്യാൻസലായിപ്പോയി. ഇപ്പോൾ 20 × 82 എന്ന് വരും. ഓക്കെ, 20 × 82. അപ്പോൾ അത് ഇത് തന്നെയാണ്. 20 × 82 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 82 × 820 × 2 തന്നെയാണ്. 820 × 2 820 × 2 നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1640 ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇതേപോലെ തന്നെയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനും. വളരെ എളുപ്പമുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലും? മൂന്നാമത്തെ ഇവിടെ y ഒക്കെ ആയി പോയിട്ടുണ്ട് കേട്ടോ, സോറി. രണ്ടാമത് എടുത്തപ്പോൾ അങ്ങനെ ആയതാണ്. 3 3 3 6 3 9 അങ്ങനെയല്ലേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോകുന്നത്. അത് ഇതുപോലെ തന്നെ ചെയ്യാം. ഇവിടെ 3 6 9 എന്നാണല്ലോ വരുന്നത്. 3 + 6 + 9 അതിൻ്റെ 3 ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. 3 ഔട്ട് സൈഡ് എടുത്തു 1 + 6ൽ നിന്ന് 3 പോയാൽ 6/3 എത്രയാണ്? 2 + 3 9/3 3 പ്ലസ് എക്സെട്ര 120/3. അപ്പോൾ അതും 40 എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെയും 40 ആണുള്ളത്. അപ്പോൾ അത് എന്താണ്? നമ്മൾ ഇതിൻ്റെ തുക ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 820 × 3 ചെയ്താൽ മതിയാവും. ആൻസർ 2460 എന്ന് വരും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇതെന്താണ്? ശ്രേണി എന്താണ്? 4 7 10. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതിനകത്ത് ഡി കണ്ടുപിടിക്കാം. ഡി എത്രയാണ്? ഡി ഓക്കെ, ഇങ്ങനെയാണല്ലോ വരുന്നത്. 121 - 4 /3. ഇപ്പോൾ 121 4 പോയാൽ 117/3 പ്ലസ് 1. 117 11/3 എന്ന് പറയുന്നത് 1 3 3 9. ഇവിടെ 3 പിന്നെ 2 എഴുതും. 9 3 27 പ്ലസ് 1. ഇതും 40 തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് n എത്ര കിട്ടി? ഇതിൻ്റെ n 40 ആണ്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഇക്വേഷൻ എഴുതാം. S40 = 40/2 × ആദ്യ പദം 4 + 121
ഇത് 20 ഇൻറ്റു 121 4 125. അപ്പോൾ 2500 ആൻസർ വരും. ഓക്കെ, ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ നന്നായിട്ട് തന്നെ തുകയുടെ പറഞ്ഞാണ്. തുകയുടെ കൂടെ വരുമ്പോഴത്തേക്കിന് എന്താണ് നമുക്ക് പൊതുവ്യത്യാസം വരുന്നത്, ആദ്യ പദം വരുന്നത് ആദ്യ പദം എന്ന് പറയുന്നത് ഈ രണ്ട് എന്നിൻ്റെയും കൂടെ n² കൂടെ കിടക്കുന്ന 2ഉം അതുപോലെ തന്നെ എന്നിൻ്റെ കൂടെ കിടക്കുന്ന 3ഉം തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ആദ്യ പദം എഫ് കിട്ടും. എഫ് എത്രയാണ്? F = 5. ആദ്യ പദം കേട്ടു. ഇനി എന്താണ് വേണ്ടത്? ഇനി BA പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് പറഞ്ഞതന്നേ? പൊതുവ്യത്യാസം = ആദ്യ പദം കിട്ടി, അതായത് ഈ 2ഉം ഈ 3ഉം കൂടെ കൂട്ടുക. ഇനി പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ഈ n² അടുത്ത് കിടക്കുന്ന നമ്പറില്ലേ, അതിനെ 2 കൊണ്ട് ഗുണിക്കുക. n² അടുത്ത് കിടക്കുന്ന 2ആണ്, അതിൻ്റെ ഇരട്ടി കാണുക. അതാണ് നമ്മുടെ പൊതുവ്യത്യാസം. 4. അപ്പോൾ 5ഉം 4ഉം ആയി. അപ്പോൾ Aയും Bയും ആയി. ഇനി ശ്രേണി എഴുതണം. ശ്രേണി എത്രയാണ്? 5 5 4 9. പിന്നെ എത്രയാണ്? 9ഉം 4ഉം 13, പിന്നെ 17, എക്സെട്ര. ഇങ്ങനെ ശ്രേണി പോയി. ഇനി ശ്രേണിയുടെ ബീജഗണിത രൂപം അതെന്താണ്? നമ്മൾ ബീജഗണിത രൂപം ഇതിനുള്ള ഇക്വേഷൻ xn = dn + f - d. ഓക്കെ, ഇവിടെ dn എന്ന് പറഞ്ഞാൽ d എത്രയാണ്? ഇവിടെ നമുക്കറിയാം d നമ്മൾ 4 അല്ലേ, ആ 4 എഴുതുക. 4n + f എന്ന് പറയുന്നത് 5 - d. d എന്ന് പറഞ്ഞാൽ എത്ര? 4. എന്നിട്ട് എന്ത് ചെയ്യുക? 4n + 5 ൽ നിന്ന് 4 പോയാൽ എത്രയാണ്? 1. ഇതാണ് ശ്രേണിയുടെ ബീജഗണിത രൂപം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറും ഫുള്ള്. മക്കൾ ഇത് നന്നായിട്ട് കാണുക. എന്നിട്ട് എവിടെയാണ് മക്കൾക്ക് കൺഫ്യൂഷൻ, എവിടെയാണ് മക്കൾക്ക് തെറ്റ് വന്നേക്കുന്നതെന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.